ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു വീഡിയോയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും ഈ വീഡിയോക്ക് ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ പുറത്തുനിന്ന് കുറച്ച് നോയ്സുകളുണ്ട് കേട്ടോ. കാറ്റിൻ്റെ ശബ്ദം, പിന്നെ എന്താ പറയുക, കാക്കയുടെ ശബ്ദം, അങ്ങനത്തെയൊക്കെ കുറച്ച് നോയ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ മൈക്കൊക്കെ വാങ്ങി നമുക്ക് സെറ്റാക്കാം ഇനി എടുക്കുന്ന വീഡിയോസിലൊക്കെ. ഫസ്റ്റ് ഒരു ഹാപ്പിനെസ് പറയുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോക്ക് വന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സാധിക്കാൻ പോകുന്നത്. ഞാൻ കോളേജിൽ നിന്ന് ഒരു IB പോവാണ് കേട്ടോ, അതും ഡൽഹിക്ക്. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഡൽഹി കാണുന്നത്. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള നല്ലോണം ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ് ഈ മക്ക, മദീന, പിന്നെ ഈ മണാലി കാണാമെന്നുള്ളതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ ഡൽഹി താജ്മഹൽ കാണാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത് കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നടക്കണം. ഇത് നടന്ന് പറയാനായിട്ടില്ലല്ലോ അല്ലേ, പൈസ കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ടുള്ളൂ. ഇനി പോയി വന്നാലല്ലേ കണ്ടു വന്നെന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് കാണാൻ പറ്റണം. ഒരു ഉംറയ്ക്ക് ചെയ്യണം എന്നുള്ള ഏതൊരു മുസ്ലിമിൻ്റെ ആഗ്രഹമാണല്ലോ. അതും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടി അറിയില്ല കേട്ടോ. അതിൻ്റേതായിട്ടുള്ള എല്ലാതും ഞാൻ പറഞ്ഞല്ലോ. എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ക്യാമറ ഫേസ് ചെയ്യുമ്പോഴൊരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇടുമെങ്കിലും എന്താ പറയുക, ഓൺ വോയിസ് ഇങ്ങനെ കൊടുക്കും. അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണമാണല്ലോ. ഇങ്ങനെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഓരോന്നിങ്ങനെ ഇടുമല്ലോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമായിരിക്കാരോ. ഇപ്പോൾ ട്രിപ്പിൻ്റെ ഓരോ വിശേഷങ്ങളുമായിട്ടുള്ള ഓരോ വീഡിയോസ് ഞങ്ങൾ വരും കേട്ടോ. ഇപ്പോൾ പാക്ക് ചെയ്യുന്ന വീഡിയോസ്, പിന്നെ ഈ എന്താ പറയുക പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെയാണ് വയ്യിടാം. അത് ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് വരുന്നതാണ്. പിന്നെ ഈ മാസം 22-ാം തീയതി കേട്ടോ ഞങ്ങൾ പോണത്. തിരിച്ച് വരാൻ 29-ാം തീയതിയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ പോണ സമയത്ത് ഞങ്ങളോട് മിസ്സുമാരൊക്കെ പറയുന്നുണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട. കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് എന്താണ് റിപ്പബ്ലിക്കിൻ്റെ സമയത്താണല്ലോ ഞങ്ങൾ പോകുന്നത്. അന്നവിടെ ഫുൾ ഡൽഹിയല്ലേ, ഫുൾ ബ്ലോക്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളതിലൊന്നും പെടില്ല എന്നാണ് പാക്കേജിൻ്റെ ആൾക്കാർ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളെ പ്ലാൻ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം എന്താ പറയുക, പിന്നെ പറയാനുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർക്ക് ടിക്കറ്റ് എടുക്കാൻ നിന്നതായിരുന്നു കേട്ടോ ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളോട് മിസ് പറഞ്ഞു, ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, സാറൊക്കെ പറഞ്ഞിരുന്നു ഡൽഹിക്ക് പോകുമ്പോൾ അല്ലയോ ട്രിപ്പ് എവിടേക്കാണെങ്കിലും 5th സെമ്മിൽ തന്നെ പോകാം. 6th എത്തിയാലും നിങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല, പ്രൊജക്റ്റ് റെഡിയാക്കണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ മിസ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമില്ല 6th എത്തിയപ്പോൾ. പക്ഷേ ഞങ്ങൾക്ക് സാധിച്ചില്ല 5th ട്രിപ്പ് പോവാൻ. കാരണം 5th ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം 6th തന്നെ ഞങ്ങളും എത്തിപ്പെട്ടു. എന്താ ചെയ്യുക, അതായിരിക്കും പഠിച്ചാൽ പ്രതീക്ഷത്തെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സീനിയേഴ്സൊക്കെ ഹൈദരാബാദാട്ടോ പോയത്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരുന്നു. അന്നത്തെ സീനിയേഴ്സും ഈ കഴിഞ്ഞ കാലത്തെ സീനിയേഴ്സൊക്കെ ഹൈദരാബാദാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഹൈദരാബാദ് എന്തായാലും നമുക്ക് പോകണം, നമുക്ക് സ്ഥലം മാറ്റി പിടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡൽഹി പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡൽഹിക്ക് ആയി. പിന്നെ ഈ ട്രിപ്പിൽ എനിക്കൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 ബെസ്റ്റ് ഫ്രണ്ട്സാട്ടോ. അപ്പോൾ UG പഠിക്കുമ്പോൾ ഉള്ളത് ഞാൻ, ഫസ്ന, ജിഷാന. പക്ഷേ അതിൽ ഫസ്നക്ക് ഓള് ഡെലിവറി കഴിഞ്ഞ് കിടക്കണോണ്ട് ഓൾക്ക് വരാൻ പറ്റൂല. ആ ഒരു സങ്കടമുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ട്രിപ്പിൻ്റെ ഓരോ വിവരങ്ങളൊക്കെ എന്നെ വയ്യ അറിയിക്കുന്നതാണ്. അപ്പം എല്ലാവരും കാണുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഈ ബാക്കിയുള്ള വീഡിയോസൊക്കെ വയ്യ ഇടാം. അപ്പം അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.